കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ അർദ്ധരാത്രി ദേശീയപാതയ്ക്ക് സമീപം തന്നെ അപകടത്തിലൂടെ പൊലിഞ്ഞുപോയ 23 വയസ്സുകാരൻ നിശാന്തിന്റെ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും നൊമ്പരത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നിശാന്തിന്റെ വീടിപണി പൂർത്തിയാക്കി ഉടനെ തന്നെ പാലുകാച്ചി അകത്തേക്ക് കടക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ഈ കുടുംബം. ജോലി നോക്കുന്നത് കൊണ്ട് തന്നെ നിശാന്തിന്റെ നല്ലൊരു പങ്ക് ആ വീടിനുള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം വീടിന്റെ പാലുകാച്ചി വിളിയെല്ലാം പൂർത്തിയാക്കി സുഹൃത്തുക്കളോടൊപ്പം ആഘോഷമാക്കാൻ കാത്തിരിക്കവെയായിരുന്നു ഈ ഒരു ദുരന്ത വാർത്ത അവനെ തേടി എത്തിയത്. അതവനും അവന്റെ കുടുംബത്തിനും അവന്റെ സുഹൃത്തുക്കൾക്കും താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കുകയാണ്. നിശാന്തിന് ഒരിക്കലും ഇങ്ങനൊരു മടക്കം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമേൽ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും നിശാന്തിന്റെ വാർത്ത കേട്ടപ്പോൾ വളരെയധികം നിശബ്ദരായി പോയത്. ഇപ്പോൾ അവന്റെ പ്രദേശം മുഴുവൻ തന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണ് മകനെ നീ വേഗം പോയത് എന്ന് ചോദിക്കുകയാണ്. ആർക്കും അത് വിശ്വസിക്കാനായില്ല. നിശാന്തിന്റെ മരണവാർത്ത വന്നപ്പോഴൊക്കെ തന്നെയും പ്രദേശവാസികൾ ആരും വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. അതിനുശേഷമാണ് ഇവരെല്ലാവരും ചോദിച്ചിരുന്നത്. MC റോഡിലാണ് ഈ അപകടം സംഭവിച്ചത്. ബൈക്കും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അയൽവാസിയായ 2 യുവാക്കളായിരുന്നു ഒരുമിച്ച് സഞ്ചരിച്ചിരുന്നെന്ന് പറയുന്നു. മേലോട് അമ്മകണ്ഠകര വെള്ളച്ചാർ അമൽ ഭവനിൽ പ്രസാദിന്റെയും സ്മിതയുടെയും മകൻ അമലായിരുന്നു നിശാന്തിന്റെ കൂടി ഉണ്ടായിരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 12:15 അപകടം. 40,000 പടി ഭാഗത്തുള്ള വളവിലായിരുന്നു അപകടം. മിത്രപുരം ഭാഗത്ത് നിന്ന് അടൂരിലേക്ക് വരികയായിരുന്ന ബൈക്കും തിരുവനന്തപുരത്ത് ഗുരുവായൂരിലേക്ക് പോയ ആന്ധ്രയിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ആ അപകടത്തിലാണ് മരണം. ഇടിയുടെ ആഘാതത്തിൽ തന്നെ ബൈക്ക് പൂർണ്ണമായി തകർന്നു. അമലും നിശാന്തും റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം തിരുവനന്തപുരത്തേക്ക് പോകാനായി അതുവഴി വന്ന ചാണ്ടി ഉമ്മൻ MLA അപകടം കണ്ട് പോലീസ് വിളിച്ചറിയിച്ച് ക്രമീകരണങ്ങൾ ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അധികം വണ്ടിയോ ആളനക്കമോ ഒന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനൊരു പാതയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. കോട്ടയം ഭാഗത്ത് നിന്ന് വന്ന ആംബുലൻസിലും അടൂരിൽ നിന്നെത്തിയ 108 ആംബുലൻസിലുമാണ് 2 പേരെയും ആശുപത്രിയിലേക്ക് അയച്ചതെന്ന് പറയുന്നു. അമൽ വ്യാഴാഴ്ച ജോലിക്ക് പോയിരുന്നെങ്കിലും നിശാന്തിന് അവധിയായിരുന്നു. അമൽ രാത്രി 10:30 ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം നിശാന്തിനെ കൂട്ടി പെട്രോൾ അടിക്കാനായി മിത്രപുരത്തെത്തി. MC റോഡിലൂടെ അരമനപ്പടിക്ക് സമീപത്തുള്ള പമ്പിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ സംസ്കാരം നടത്തി. 5 ദിവസം മുൻപാണ് അമൽ മൈക്ക് വാങ്ങിയത്. ഒരാഴ്ച മുൻപായിരുന്നു നിശാന്തിന്റെ പുതിയ വീടിന്റെ ഗൃഹപ്രവേശനം. അതുല്യയും അമൃതയുമാണ് അമലിന്റെ സഹോദരിമാർ. നിഷയാണ് നിഷാദിന്റെ സഹോദരി. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവരുടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുകയാണ്. സഹോദരിമാരാണ് ഇവർക്ക് 2 പേർക്കും ഉള്ളത്. സഹോദരിമാരുടെ കൂട്ടും ഇവരെല്ലാവരും തന്നെ ഒരു വലിയ കുടുംബം പോലെയായിരുന്നു. അടുത്തടുത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ചെറുതിലെ ഇവർ സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചു തന്നെയാണ് ഇവർ പോയത്. ഒരേ സ്ഥലത്തേക്കാണല്ലോ പോകുന്നതെന്ന് കരുതിയാണ് 2 പേരും ഒരു വാഹനത്തിൽ പോയത്. അമൽ ഈയിടയ്ക്കാണ് സ്വന്തം ശമ്പളം കൂട്ടിവെച്ച് ഒരു ബൈക്ക് വാങ്ങിയത്. പിന്നീട് നിശാന്തും അമലും ഒരുമിച്ച് അതേ വണ്ടിയിൽ തന്നെയാണ് യാത്ര പോയത്. ഇപ്പോൾ അവസാന യാത്രയും അതിൽ തന്നെയായിരുന്നുവെന്ന് പറയാം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.